ഞങ്ങളൊരു കല്യാണത്തിന് വന്നതാ, പിരിശുള്ളൊരു കല്യാണത്തിന്. കല്യാണത്തിനൊരു പേരുണ്ട്, റോഡ് കല്യാണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ഒരു കല്യാണത്തിന് റോഡ് കല്യാണം എന്നൊക്കെ പേര് കൊടുക്കുന്നത്. നമുക്ക് പോയി നോക്കാം അതെന്താണെന്നുള്ളത് നോക്കി വെച്ച് വരാം. അവിടെ കണ്ടോ അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പ് ചായക്കടയൊക്കെ ഉണ്ട്. ഒന്ന് നോക്കി വെച്ച് വരാം. പാട്ടൊക്കെ പാടി ചായ ഒക്കെ ഉണ്ടാക്കുക. ചായ ആയോ? ചായ റെഡിയാണ്. ഇതിപ്പോ നിങ്ങൾ ഈ റോഡ് കല്യാണം ഒരു ജനകീയ കല്യാണമാണല്ലേ? യെസ്, അതെ, ജനകീയ കല്യാണമാണ്. അത് ഞങ്ങളെ നാട്ടുകാരങ്ങോട്ട് ഏറ്റെടുത്ത ഒരു കല്യാണമാണ്. എല്ലാവരും ഒന്നായിട്ട് അങ്ങനെ ഒരു കല്യാണം ഞങ്ങൾ നടത്തുകയാണ്. അല്ല, ആ പാട്ട് മുഴുവൻ കിട്ടിയില്ല. ഒന്നോ ആദ്യം പാടല്ലേ? തുടങ്ങിക്കളി. മാണിക്യ മലരാക്ക് ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഇതിപ്പോ ആദ്യമായിട്ടല്ലേ ഈ റോഡ് കല്യാണം എന്നൊക്കെ കേൾക്കുന്നത്? ആദ്യമായിട്ടാണ്. ഇതേ കുറുക്കല്യാണമൊക്കെ കേൾക്കൽ സാധാരണ. ഇപ്പോഴാണ് റോഡ് കല്യാണമായത്. കടുപ്പുള്ള ചായ ഉണ്ടല്ലേ? നല്ല ചായ. അടുപ്പം കൊണ്ട് കല്യാണൊക്കെ ഉഷാറാൻ വേണ്ടിട്ട് ഒരു എനർജി കിട്ടണമല്ലോ ഈ ചായ കുടിച്ചിട്ട്. അതുകൊണ്ട് നല്ല കടുപ്പത്തിൽ തന്നെ ചായ കാച്ച്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള കുറിക്കല്യാണത്തിന്റെ മാതൃകയിൽ റോഡ് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുകയാണ് കൊടിയത്തൂർക്കാർ റോഡ് കല്യാണത്തിലൂടെ. കൊടിയത്തൂർ കാഴായ്ക്കൽ ഇടവഴിക്കടവ് റോഡിനായുള്ള നാട്ടുകാരുടെ 40 വർഷത്തെ കാത്തിരിപ്പാണ് ഈ കല്യാണം. ഒരു നാടിൻ വികസനം ജനതൻ ആവേശത്താൽ ഇടവഴി റോഡായി. ഇവിടം മനുഷ്യന്റെ വിശാലമ മനസ്സിന്റെ ഫലമായി വികസിച്ച റോഡായി. റോഡിത് നാടിന് മാറ്റായി. ഒരു നാടിൻ വികസനം ജനതൻ ആവേശത്താൽ ഇടവഴി റോഡായി. 1 കിലോമീറ്റർ 200 മീറ്റർ ഇടവഴിക്കടവ് മുതൽ വെസ്റ്റോട്ട് തിരു വരെയുള്ള റോഡ് 1.5 കൊല്ലം മുമ്പ് തന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു വലിയ നല്ല റോഡാക്കണം. മുമ്പത്തെ മാതിരി അല്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു നല്ല റോഡാക്കി ഞങ്ങൾ അതോറിറ്റിനൊക്കെ സമീപിക്കും. അവരൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ 6 മീറ്റർ ആക്കി തരി. പിന്നെ ഞങ്ങൾ ഏറ്റെടുത്തു. പിന്നെ ഞങ്ങൾ ചെയ്തു, റബ്ബറൈസ് എന്തും ചെയ്യാൻ. അത് ശരിയാണ്. അപ്പോൾ ഈ 4 മീറ്റർ 3.5 മീറ്ററില്ല. അപ്പോൾ ഞങ്ങൾ കൂടി നാട്ടുകാരെല്ലാം ഒന്നായിട്ട്, ഇതിന് കക്ഷിയില്ല, രാഷ്ട്രീയമല്ല, മതമല്ല, ഒന്നുമില്ല. എല്ലാവരും പേരിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയെന്നുള്ളൂ. 500-ലധികം കുടുംബങ്ങളുണ്ട് ഈ റോഡിന്. അനുബന്ധ 107 കുടുംബങ്ങൾ ഇപ്പം ഭൂമി വിട്ടു തന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെയും കൂടി സ്ഥലങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് വളരെ കണ്ണായ സ്ഥലങ്ങളാണ്. ഓരോരുത്തരും മുറ്റാരും എൻ്റെ മുറ്റം എനിക്കറിയാം, കാരണം അങ്ങനെ വളർത്തുന്നതല്ലേ. അപ്പോൾ കോടികൾ വില മതിക്കുന്നത്. അപ്പോൾ നാട്ടുകാരില്ല ധൈര്യം, നാട്ടുകാരെല്ലാം ഒന്നായിട്ട് തയ്യാറാണ്. ഈ മതിൽ കെട്ടിക്കൊടുക്കണം. മതിൽ പൊളിച്ചാൽ പോരല്ലോ, മതിൽ കെട്ടി. 2 ആൾക്കാർ മാത്രമേ മതിൽ ഞങ്ങൾ കണ്ട് കിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് കണ്ടില്ല, സുന്ദരമായ മതിലാണ് കെട്ടുന്നത്. അവർക്ക് മുമ്പുള്ളതിനേക്കാൾ മെച്ചമായി വളരെ സുന്ദരം. അപ്പോൾ അതെങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി, ഞങ്ങളെ ബജറ്റിലൊന്നും ഇത് നിൽക്കൂല. ഇവിടം മനുഷ്യന്റെ വിശാലമ മനസ്സിന്റെ ഫലമായി വികസിച്ച റോഡായി. റോഡിത് നാടിന് മാറ്റായി. 40 വർഷവും ഉണ്ടായിരുന്നൊരു പഞ്ചായത്ത് റോഡാണ്. ചെറിയ 3.5 മീറ്റർ വീതിയുള്ള അത് ഞങ്ങൾ 1 വർഷത്തിലധികമായി ഇതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു 40ഓളം മീറ്റിങ്ങുകൾ ഇതിനുവേണ്ടി ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ഇതിൻ്റെ കമ്മിറ്റികൾ കൂടി. അതിൽ നിന്ന് ഓരോ മാസങ്ങളിലും ആഴ്ചകളിലും മാറി മാറി ഓരോ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. 107 കുടുംബങ്ങൾ അതിലുള്ളത്. 107 ഭൂവുടമകൾ ഇതിന് ഭൂമി വിട്ടു തരണ്ടേ, അവരെ മുഴുവൻ ഞങ്ങൾ നേരിൽ കണ്ട് സമ്മതം വാങ്ങി. പിന്നെ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കമ്മിറ്റി വിളിച്ചു. ഫണ്ടതൊരു 50 ലക്ഷം രൂപയായിരുന്നു ഇതിന്. അത് പോരാ, ഒരു 65 വരുമെന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു കല്യാണത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല വികസനമാണ്. എല്ലാവരും കൂടി കൂട്ടായിട്ട് എല്ലാവരും സ്ഥലം വിട്ടുകൊടുത്ത്. അതുകൊണ്ട് പരിപാടി നല്ല ഗംഭീരമായിട്ടുണ്ട്. ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് പോയവരാണ്. റോഡ് കല്യാണത്തിനായിട്ട് വന്നതാ. രാവിലെ തന്നെ ഞങ്ങൾ
വന്നതാണ്. എല്ലാവർക്കും നല്ല സന്തോഷമായി ഇവിടെ വന്നപ്പോൾ കണ്ടപ്പം പഴയ ഒരു കാലം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇവിടെ വന്നപ്പം അത്രയ്ക്കും കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് പ്രയത്നിച്ചിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനം നിറഞ്ഞു. ഞങ്ങളെ എല്ലാവരും ഇതിനു വേണ്ടി മാത്രം വന്നോ? നമ്മൾ വീട്ടിലെ കല്യാണം കൂടുന്നു വരില്ലേ? അതെ, പൈസ കൊടുത്തോ? ഇൻഷാ അല്ലാ കൊടുക്കാം. ഇതെന്തല്ലേ പൈസ? ഇതിപ്പോ എന്തിനു കൊടുക്കാൻ വന്നാ? ആണോ? എത്ര പൈസ ഉണ്ട്? നിറയുണ്ടോ? നോക്കട്ടെ. അയ്യോ, തോന്നുന്നുണ്ടല്ലോ. അത് മുഴുവൻ റോഡിന് കൊടുക്കൂ. ആഹാ, ഇതെത്ര പൈസ ഉണ്ട്? എത്ര ഉണ്ട്? കേട്ടില്ല. കുറെ ഉണ്ടോ? ഇതിപ്പോ എന്തിനു കൊണ്ടോന്നാ? റോഡ് കല്യാണത്തിനോ? കുറച്ച് പൈസ ഉണ്ടല്ലേ? ഇത് എത്ര കാലമായിട്ട് വെച്ചിരിക്കുന്ന പൈസയാ? ഇതിപ്പോ ടോയ്സ് വാങ്ങിക്കാൻ വെച്ചല്ലേ? ഈ ആലിയൊക്കെ കൊണ്ടുപോകുന്ന പോലെ കുറെ കുഞ്ഞു മക്കള് അത്തരത്തിൽ അവർ കരുതി വെച്ചിരിക്കുന്ന പൈസയൊക്കെ, കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാനുള്ള പൈസയൊക്കെ കൊണ്ടിട്ടാണ് റോഡ് കല്യാണത്തിന് വന്നിരിക്കുന്നത്. അതായത് ജനങ്ങളൊരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ. അത്രയും മനോഹരമായ ഒരു കൂട്ടായ്മയുടെ പേര് കൂടിയാണ് ഈ റോഡ് കല്യാണം എന്നത്. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ക്ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.